നമസ്കാരം. നിങ്ങളിട്ടാൽ ബർമുഡ, ഞങ്ങളിട്ടാൽ വള്ളിനിക്കർ. ഈ ഒരു വാചകം നമ്മൾ പലപ്പോഴും ട്രോളുകളിൽ കേട്ടിട്ടുണ്ടാകും. ചില ഘട്ടത്തിൽ CPM നിലപാടും ഈ പറഞ്ഞ പോലെയൊക്കെ തന്നെയാണ്. CPM പഴയ നിലപാടുകളും ഇപ്പോഴത്തെ നിലപാടുകളും ഒക്കെ ചേർത്ത് വെച്ച് നോക്കിയാൽ ഈ വാചകത്തേക്കാൾ നല്ലൊരു വിശേഷണം വേറെ ഉണ്ടാവില്ല. ആദ്യമൊന്ന് പറയും, എന്നാൽ സ്വന്തം കാര്യം വരുമ്പോൾ അതിൽ മാറ്റം വരുത്തുകയും ചെയ്യും. അതിനെന്നിട്ട് അവർ ലോകത്തിലില്ലാത്ത പല ന്യായീകരണവും നൽകും. കമ്പ്യൂട്ടർ സമരം മുതൽ തുടങ്ങുന്നു ഇത്തരത്തിലുള്ള CPM ഇരട്ടത്താപ്പ്. ഇപ്പോൾ ആ ഇരട്ടത്താപ്പ് എത്തി നിൽക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വൈറലായ പോറ്റിയെ കേറ്റിയെ എന്ന പാരഡി വൈറൽ ഗാനത്തിന്റെ കാര്യത്തിലാണ്. തെരഞ്ഞെടുപ്പിൽ സോഷ്യൽ മീഡിയ അടക്കി ഭരിച്ചിരുന്നു ഈ ഗാനം. പാരഡി ഗാനം UDF നേതാക്കളുടെയും പ്രവർത്തകരുടെയും സ്റ്റാറ്റസുകളിൽ നിറഞ്ഞിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം ഈ പാരഡി തങ്ങൾക്ക് വരുത്തി വെച്ചത് ചില്ലറ തലവേദനയല്ലെന്ന് ഒടുവിൽ സഖാക്കളും മനസ്സിലാക്കി. അപ്പോൾ പിന്നെ അവർ അവരുടെ പതിവ് പരിപാടി കയ്യിലെടുത്തു. ഇപ്പോൾ പാട്ടിനെതിരെയാണ് സഖാക്കൾ. പാട്ടിനെതിരെ DGPക്ക് പരാതി ലഭിച്ചിരിക്കുകയാണ്. പരാതി നൽകിയ വ്യക്തിക്ക് CPM ബന്ധമുണ്ടോ എന്നതിൽ വ്യക്തതയില്ലെങ്കിലും CPM നേതാക്കൾ പരസ്യമായി തന്നെ പാട്ടിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ആദ്യം റഹീമാണ് പരസ്യമായി രംഗത്തെത്തിയതെങ്കിൽ ഏറ്റവും ഒടുവിൽ മുൻ MLAയും CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയുമായ രാജു അബ്രഹാമാണ് പാട്ടിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി പാട്ട് വികലമാക്കിയത് ശരിയായിട്ടില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അതേസമയം മൈക്ക് അനൗൺസ്മെന്റുകളിൽ പോലും ശരണം വിളി മന്ത്രങ്ങൾ കൊണ്ട് നിറയ്ക്കാൻ ശ്രമിക്കുകയായിരുന്നു UDF എന്നായിരുന്നു റഹീം MP ചാനൽ ചർച്ചയിൽ ആരോപിച്ചത്. എന്നാൽ CPM നേതാക്കൾ പറയുന്ന പോലെയുള്ള കുറ്റങ്ങൾ തങ്ങൾ കാണുന്നില്ല എന്നാണ് ഭക്തരുടെ പൊതു അഭിപ്രായം. ഈ പാട്ടുകൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുത്തതും പങ്കുവെച്ചവരിലും വിശ്വാസി സമൂഹവും ഉണ്ടായിരുന്നു. അതോടൊപ്പം കുറെ ചോദ്യവും ഭക്തരും സാധാരണക്കാരായ ആളുകളും ചോദിക്കുന്നു. മോഷണം നടത്തിയിട്ട് മിണ്ടാതിരുന്നവർ എന്തിനിപ്പോൾ പാട്ടിനെതിരെ തിരിയുന്നു? കുറ്റക്കാർക്കെതിരെ CPM എന്ത് നിലപാട് സ്വീകരിച്ചു? CPM ബന്ധം തെളിഞ്ഞിട്ടും എന്തുകൊണ്ട് പാർട്ടി നടപടിയെടുത്തില്ല? സ്ത്രീകളെ കയറ്റിയപ്പോൾ ഭക്തരുടെ വേദന ഇക്കൂട്ടർ കണ്ടില്ലേ തുടങ്ങിയ ചോദ്യങ്ങൾക്കൊന്നും തന്നെ CPM നേതാക്കൾക്ക് മറുപടി പറയാൻ പോലും കഴിയുന്നില്ല. ഇതുകൂടാതെ വോട്ട് ചോദിച്ച് വിളിച്ച CPMകാരോട് നിങ്ങളാദ്യം ശബരിമലയിലെ കട്ട മുതൽ തിരിച്ചു വെക്കാൻ പ്രതികരിക്കുന്ന ഒരാളുടെ ഓഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതും നമ്മൾ കേട്ടതാണ്. എല്ലാത്തിനുമുപരി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ വാതോരാതെ സംസാരിക്കുന്നവരും ഘോരഘോരം പ്രസംഗിക്കുന്നവരും സഖാക്കൾ തന്നെയാണ്. ആ ആവിഷ്കാര സ്വാതന്ത്ര്യം ഇപ്പോൾ എവിടെ പോയി എന്ന് CPMനോട് തന്നെ ചോദിക്കേണ്ടി വരും. ഇതിലൊന്നും തന്നെ കൃത്യമായൊരു ഉത്തരം സഖാക്കൾക്ക് നൽകാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് CPM നേതാക്കൾക്ക് ഇപ്പോൾ തോന്നുന്നത് ഭക്തരുടെ വികാരത്തെ വേദനിപ്പിച്ചു എന്നതല്ല, മറിച്ച് തങ്ങളുടെ നിലനിൽപ്പിന് ജനം വിശ്വസിക്കുന്ന ഒരു ക്യാപ്സ്യൂൾ പുറത്തിറക്കുക എന്നത് മാത്രമാണ് അവരുടെ ഉദ്ദേശം. അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ അവർ നടത്തുന്നത്. ഇതുകൂടാതെ സ്വർണ്ണക്കൊള്ളയിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കോൺഗ്രസ് ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കാനാണ് സഖാക്കളുടെ ശ്രമം. പോറ്റി കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം നിൽക്കുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ട് പിടിച്ചു നിൽക്കാനാണ് CPMകാർ ശ്രമിക്കുന്നത്. എന്തിനേറെ കോൺഗ്രസ് നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് ദേശാഭിമാനി വാർത്തയായി നൽകിയിരിക്കുന്നത്. സോണിയാഗാന്ധിക്കൊപ്പം നിൽക്കുന്ന പടങ്ങൾ പുറത്തു വന്നതോടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കോൺഗ്രസ് നേതൃത്വമായിട്ടുള്ള ബന്ധം പുറത്തു വന്നതെന്ന് ദേശാഭിമാനി പറയുന്നു. ഡൽഹിയിലെത്തിയാണ് അദ്ദേഹം സോണിയാഗാന്ധിയെ കണ്ടത്. സോണിക്ക് ഉപഹാരവും കൈമാറി. കോൺഗ്രസ് MP ആന്റോ ആന്റണി, UDF കൺവീനർ കൂടിയായ അടൂർ പ്രകാശ് MP എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു കൂടിക്കാഴ്ച. ഈ ചിത്രങ്ങൾ നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം ശബരിമല സ്വർണ്ണക്കവർച്ച കേസിന്റെ മറവിൽ LDFനെതിരെ കള്ളക്കഥ പ്രചരിപ്പിച്ച UDF നേതൃത്വം ഇതോടെ വെട്ടിലായി എന്നാണ് അവരുടെ വാർത്ത. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കേരള, കർണാടക സംസ്ഥാനങ്ങളിലെ പ്രമുഖ കോൺഗ്രസ് നേതാക്കളുമായിട്ടുള്ള അടുപ്പം നേരത്തെയും പുറത്തു വന്നിരുന്നുവെന്നാണ് ദേശാഭിമാനി ഓൺലൈനിലെ വാർത്ത. തദ്ദേശത്തിൽ CPM തോറ്റ ശേഷം ഈ ചിത്രങ്ങൾ വ്യാപകമായി പ്രചരിച്ചിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ എന്നിവരുമായും പോറ്റി നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. പോറ്റിയെ പ്രകീർത്തിക്കുന്ന കടകംപള്ളിയുടെ പ്രസംഗവുമുണ്ട്. എന്നാൽ ഇതൊന്നും തന്നെ ദേശാഭിമാനി അറിഞ്ഞിട്ടുമില്ല.